തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് ഹസന്റെ വെളിപ്പെടുത്തലിൽ അന്വേഷണം നടത്തിയ 4 അംഗ വിദഗ്ധ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചു. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്കാണ് റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നത്. വിശദാംശങ്ങളുമായി പ്രതീക്ഷ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീക്ഷ, ഈ റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചൂണ്ടിക്കാട്ടുന്നത്? ഡോക്ടർ ഹാരിസ് ഹസനും ഈ സമിതിയുടെ അന്വേഷണത്തോടും അവരുടെ തെളിവെടുപ്പിനോടും ഒക്കെ വളരെ പോസിറ്റീവായാണ് പ്രതികരിച്ചത്. അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ, അദ്ദേഹം ചൂണ്ടിക്കാണിച്ച വീഴ്ചകളൊക്കെ ഈ സമിതിയും ശരിവെക്കുന്നുണ്ടോ? ഗോകുൽ, ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പലിന്റെ നേതൃത്വത്തിലുള്ള 4 അംഗ സമിതിയാണ് സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. DMEക്കാണ് നിലവിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. DME നാളെ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കും. ഹാരിസ് ഹസൻ ഉന്നയിച്ച ആരോപണങ്ങളിൽ പലതും ശരിവെക്കുന്ന റിപ്പോർട്ടാണ് വിദഗ്ധ സമിതി സർക്കാരിന് സമർപ്പിക്കുന്നത്. ഈ ഉപകരണങ്ങൾ, ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വാങ്ങുന്നതിലടക്കം ഈ ഭരണതലത്തിൽ വീഴ്ച ഉണ്ടായി എന്നതാണ് പ്രധാനമായും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. പർച്ചേസ് വിഭാഗത്തിൽ വലിയ കാലതാമസം ഉപകരണങ്ങൾ വാങ്ങുന്നതിൽ ഉണ്ടായി എന്നതാണ് ഈ വിദഗ്ധ സമിതി നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഈ റിപ്പോർട്ടാണ് ആരോഗ്യ വകുപ്പിന് സമർപ്പിക്കുക. ഈ ആരോഗ്യ വകുപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടി സ്വീകരിക്കേണ്ടത്. നിലവിൽ ഹാരിസ് ഹസൻ ഉന്നയിച്ച വിവാദങ്ങൾ വലിയ തരത്തിൽ രാഷ്ട്രീയ വിവാദമായി മാറിയിട്ടുണ്ട്. ഒപ്പം പ്രതിപക്ഷം ഉൾപ്പെടെ ഈ വിഷയം ഏറ്റെടുത്ത പശ്ചാത്തലത്തിൽ ആരോഗ്യ വകുപ്പിന്റെ നിലപാട് നിർണായകമായിരിക്കും. ഏത് ഘട്ടത്തിലാണ് ഈ വീഴ്ച സംഭവിച്ചത്, മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ മുടങ്ങുന്ന ഒരു സാഹചര്യം ഏത് ഘട്ടത്തിൽ എത്തി എന്നതാണ് പ്രധാനമായും വിദഗ്ധ സമിതി പരിശോധിച്ചത്. വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സർക്കാർ തുടർ നടപടി സ്വീകരിക്കുന്നത്. ഭരണ തലത്തിലടക്കം മാറ്റം വരണമെന്നാണ് പ്രധാനമായും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. കാരണം ഈ ഉപകരണങ്ങൾ വാങ്ങുന്നതിൽ ഈ മെഡിക്കൽ കോളേജിലെ ഭരണ തലത്തിൽ വീഴ്ച ഉണ്ടായി എന്ന് റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ഇതുൾപ്പെടെ സർക്കാർ പരിശോധിക്കും. അതിനുശേഷമായിരിക്കും തുടർ നടപടി ഉണ്ടാകുന്നത്. നിലവിൽ ഈ മെഡിക്കൽ കോളേജിലെ ഭരണതലത്തിൽ ഒരു സമൂലമായ പരിഷ്കരണം വേണമെന്നതാണ് പൊതുവെ ആരോഗ്യ വിദഗ്ധരുടെ അടക്കം നിലപാട്. ആ നിലപാട് ശരിവെക്കുന്ന കാര്യമാണ് വിദഗ്ധ സമിതി റിപ്പോർട്ടായി സമർപ്പിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ ഹാരിസ് ഹസന്റെ ആരോപണങ്ങൾ, പ്രത്യേകിച്ച് സാമൂഹിക മാധ്യമങ്ങൾ വഴി ഹാരിസ് ഹസൻ തുടർച്ചയായി ആരോപണങ്ങൾ ഉന്നയിച്ച പശ്ചാത്തലത്തിൽ ഡോക്ടർക്കെതിരെയും നടപടിക്ക് സാധ്യതയുണ്ട്. ഇക്കാര്യത്തിൽ ആരോഗ്യ വകുപ്പാണ് ഈ അന്തിമ തീരുമാനം എടുക്കേണ്ടത്. ഒരുപക്ഷെ ഹാരിസ് ഹസനെ താക്കീത് ചെയ്യുകയോ അത്തരത്തിലുള്ള അച്ചടക്ക നടപടിക്കും സാധ്യതയുണ്ട്. ഇക്കാര്യത്തിൽ നാളെയോടുകൂടി തന്നെ ആരോഗ്യ വകുപ്പിന്റെ അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ശരി, MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.